Hello friends. Windows 10 എങ്ങനെയാണ് മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ് വിൻഡോസ് 10 അപ്ഡേഷന് വേണ്ടി റിസർവ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെ വിൻഡോസ് 10 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനായിട്ട് മൈക്രോസോഫ്റ്റിന്റെ വെബ്സൈറ്റിൽ പോകണം. നോക്കുക, അപ്ഗ്രേഡ് ടു വിൻഡോസ് 10 ഫോർ ഫ്രീ. ഇവിടെ ഒരു ഇതുണ്ട്. അതിനുശേഷം ഇവിടെ ഒന്നും നമുക്ക് താഴേക്ക് നോക്കുക, റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ if you like to create USB drive or DVD to download once and upgrade multiple PC, ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ DVD-യിലേക്കോ USB ഡ്രൈവിലേക്കോ നമുക്ക് വിൻഡോസ് 10 ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, അതായത് ഒരു പ്രാവശ്യം നമ്മുടെ സിസ്റ്റം ഫോർമാറ്റ് ആവുകയോ എന്തെങ്കിലും ചെയ്തതിനു ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ USB ഡ്രൈവോ DVD ഉപയോഗിച്ച് വീണ്ടും ഈ വിൻഡോസ് 10 നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ നിന്നും നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോക്കുക, ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് 10 അത് നമ്മളിവിടെ വായിച്ചു നോക്കണം. സിസ്റ്റം റിക്വയർമെന്റ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നോക്കുക. സിസ്റ്റം റിക്വയർമെന്റ് ഇവിടെ അറിയാൻ പറ്റും. നോക്കുക, പ്രോസസ്സർ 1 GHz വേണം. അത് റാം 1 GB കുറഞ്ഞത് വേണം. 32 ബിറ്റ് ആണെങ്കിൽ 1 GB, 64-ന് 2 GB വേണം. ഹാർഡ് ഡിസ്ക് 16 GB, 32 ബിറ്റിന് 20 GB വേണം, 64 ബിറ്റിന്. അങ്ങനെ ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഏത് 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ അതിനായിട്ട് നമുക്ക് ഇവിടെ PC ഇൻഫർമേഷൻ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണെന്നുള്ളത്. അതിനുശേഷം ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിപ്പോൾ 64 ബിറ്റാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഓപ്ഷണൽ ISO ഫയലായിട്ടാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഡൗൺലോഡ് ടൂൾ പ്രസ് ചെയ്യുക. ഇവിടെ നിന്നും ഒരു ടൂൾ നമുക്കിതിനായിട്ട് 18.7 MB ഉള്ള ഒരു ടൂൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് മീഡിയ ക്രിയേഷൻ ടൂൾ 64 ബിറ്റ് എന്ന് പറഞ്ഞാണ് അത് ഡൗൺലോഡ് ആയിരിക്കുന്നത്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏസ് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്ഗ്രേഡ് ദിസ് PC നൗ, ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ ഫോർ അനദർ PC. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനാണെങ്കിൽ അപ്ഗ്രേഡ് ദിസ് PC നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അതല്ല, നമുക്ക് ഇതിൻ്റെ വിൻഡോസ് 10ന്റെ സെറ്റപ്പ് നമുക്ക് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ ഫോർ അനദർ PC എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെ നിന്നും നമുക്ക് ലാംഗ്വേജ് മാറ്റി കൊടുക്കണം. ഞാൻ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള കൊടുത്തു. അതിനുശേഷം വിൻഡോസ് 10 ഏതാണ് വേർഷൻ നമുക്ക് വേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഞാൻ വിൻഡോസ് 10 Pro എന്നുള്ള വേർഷൻ കൊടുത്തു. 64 ബിറ്റ് ആണെങ്കിൽ അത് 64 എന്ന് കൊടുക്കുക. ബോത്ത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം.
ഞാൻ 64 എന്ന് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇവിടെ നോക്കുക, USB ഫ്ലാഷ് ഡ്രൈവ്, ISO ഫയൽ, 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നും ISO ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇതിന് ഫയലിൻ്റെ നെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം എങ്ങോട്ടാണിത് നമുക്ക് ഡൗൺലോഡ് ആവേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. വിൻഡോസ് ഡൗൺലോഡിങ് വിൻഡോസ് 10 എന്ന ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ നമ്മൾക്ക് വിൻഡോസ് 10 ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇത് USB ഫ്ലാഷ് ഡ്രൈവിലേക്ക് USB-യിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ വിൻഡോസ് 10 നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയോടൊപ്പം വെക്കുന്നുണ്ട്. ഇതിനുശേഷം USB-യിലേക്ക് എങ്ങനെയാണ് ഇത് മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതും നിങ്ങൾ കാണുക.